വെൽക്കം ടു മൂവി ബ്രാൻഡ്. നിരവധി ചിത്രങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്ത മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് കലാഭവൻ മണി. അദ്ദേഹം മൺമറിഞ്ഞിട്ട് 9 വർഷങ്ങൾ പിന്നിട്ടിരുന്നെങ്കിലും ഇന്നും കലാഭവൻ മണി എന്ന താരത്തിനോടും മനുഷ്യ സ്നേഹിയോടും ആരാധനയും ബഹുമാനവും പുലർത്തുന്നവരാണ് ഒട്ടനവധി ആളുകൾ. ആടിയും പാടിയും സാധാരണക്കാരനോടൊപ്പം സംവദിച്ചും അവരിൽ ഒരാളായി മാത്രമേ മണിയെ എല്ലാവരും കണ്ടിട്ടുള്ളൂ. ഇന്നും താരത്തിന്റെ മരണം ഒരു തീരാ ദുഃഖം തന്നെയായി നിൽക്കുന്നുമുണ്ട്. ഇപ്പോഴിതാ മണിയുമായി ബന്ധപ്പെട്ട മണിയുടെ കുടുംബത്തെ കണ്ണീരിലാഴ്ത്തുന്ന ഒരു വാർത്ത പുറത്തുവരികയാണ്. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരിയുടെ വിയോഗം തന്നെയാണ് വാർത്ത. കലാഭവൻ മണിയുടെ മൂത്ത സഹോദരിയായ അമ്മിണിയാണ് വിടവാങ്ങിയിരിക്കുന്നത്. 78 വയസ്സായിരുന്നു അമ്മിണിയുടെ പ്രായം. സഹോദരി ഓർമ്മയായ ദുഃഖം പങ്കുവച്ച കലാഭവൻ മണിയുടെ ഇളയ സഹോദരനായ RLV രാമകൃഷ്ണനും രംഗത്തെത്തി. മാർച്ച് 26-നായിരുന്നു അന്ത്യം. ഉദരസംബന്ധമായിട്ടുള്ള അസുഖത്താൽ ചികിത്സയിലായിരുന്നു ഇവരെന്നാണ് സൂചന. മണിയുടെ കുടുംബത്തിലെ മൂത്ത സഹോദരിയായിരുന്നു ഇവർ. ഞങ്ങളുടെ പ്രിയ സഹോദരിയുടെ വേർപാടിൽ ഞങ്ങളുടെ ദുഃഖത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടാണ് RLV രംഗത്തെത്തിയത്. എന്നെക്കാൾ കുറച്ചധികം വയസ്സ് വ്യത്യാസമുണ്ട് ചേച്ചിക്ക്. അതുകൊണ്ട് തന്നെ അമ്മയുടെ സ്ഥാനമായിരുന്നു ചേച്ചിക്ക്. കുട്ടിക്കാലത്തെ സ്കൂൾ അവധിക്കാലം ആഘോഷിക്കുന്നത് മറ്റു ചേച്ചിമാർ ഉണ്ടെങ്കിലും മൂത്ത ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തന്നെയായിരുന്നു എനിക്കേറെ താല്പര്യം. ചേച്ചിയുടെ 2 മക്കൾ എന്നെക്കാൾ മുതിർന്നവരാണ്. അവരുടെ കുഞ്ഞ് അമ്മാവനായിരുന്നു ഞാൻ. വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടി ചേർന്ന സമയങ്ങളിലെ പാട്ടും കൂത്തും എന്നിലെ കലാകാരന് വലിയ പ്രോത്സാഹനമായിരുന്നു. ആ സമയത്ത് കിട്ടുന്ന കപ്പലണ്ടിയും കട്ടൻ കാപ്പിയും രുചിയും ഇന്നും നാവിലുണ്ട്. ആ പട്ടിണിക്കാലത്ത് സ്കൂൾ തുറക്കുമ്പോൾ അളിയനും പെങ്ങളും കൂലിപ്പണിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് പിടിച്ചുവെച്ച് അവിടെ ആഴ്ചകൾ തോറും തുണിക്കച്ചവടത്തിൽ നിന്ന് വരുന്ന തമിഴന്റെ കയ്യിൽ നിന്നും വാങ്ങിത്തരുന്ന ഒരു ജോഡി ഡ്രസ്സിന്റെയും ഷർട്ടിന്റെയും തുണി വാങ്ങി അത് തങ്ങൾക്ക് തന്ന ആ ഒരു സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന നിമിഷമൊക്കെയാണ് ഓർമ്മ വരുന്നത്. ചേച്ചി ഞങ്ങൾക്ക് ഒരു ധൈര്യം തന്നെയായിരുന്നു. ചേച്ചി ഞങ്ങൾക്ക് എന്നും ഒരു ധൈര്യമായിരുന്നു. ഞങ്ങളുടെ 5 സഹോദരിമാരും ഒരുമിച്ചായിരുന്നു ഞങ്ങളുടെ യാത്രകൾക്കൊപ്പം ചേർന്നിരുന്നത്. അതിലൊരാൾ ഇപ്പോൾ ഇനിയില്ല എന്നത് സങ്കല്പിക്കാൻ പറ്റാത്തതാണ് എന്നാണ് RLV രാമകൃഷ്ണന്റെ വാക്കുകൾ. വെള്ളാങ്ങല്ലൂർ ആനക്കിച്ചിറ പരേതനായ രാമൻകുട്ടിയാണ് അമ്മിണിയുടെ ഭർത്താവ്. മക്കൾ ബേബി, ഗീത, ഹരി, മരുമക്കൾ സുബ്രൻ, ബാബു, സ്മിത എന്നിവരാണ്. അതേസമയം കുറച്ചു നാളുകൾക്ക് മുമ്പായിരുന്നു മണിയുടെ 9ാം ചരമവാർഷികം. അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച പിഷാരടി അവതാരകനായിട്ടെത്തുന്ന ഒരു പരിപാടിയിൽ കലാഭവൻ മണിയെ ഓർമ്മിക്കവേ RLV രാമകൃഷ്ണന് പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ദിലീപും മഞ്ജു വാര്യരും നായികന്മാരായിട്ടെത്തിയിട്ടുള്ള സല്ലാപം എന്ന സിനിമയിലൂടെയാണ് മണിച്ചേട്ടൻ ആദ്യം അഭിനയിക്കുന്നത്. ഞങ്ങളുടെ അച്ഛന് തിയേറ്ററിൽ പോയി സിനിമ കണ്ട ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ അച്ഛന് ഷർട്ട് ധരിക്കുന്ന ശീലവും ഇല്ലായിരുന്നു. എങ്കിലും സല്ലാപം ചാലക്കുടിയിലെ തിയേറ്ററിൽ വന്നപ്പോൾ അച്ഛനെ അത് കാണിക്കാൻ കൊണ്ടുപോയി. ചെറിയൊരു ഷർട്ടൊക്കെ വാങ്ങി നിർബന്ധിച്ച് അച്ഛനെയും അമ്മയെയും സിനിമ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകേണ്ടുന്ന ഉത്തരവാദിത്തം എനിക്കായിരുന്നു. ചേട്ടൻ അവിടേക്ക് വരും. അങ്ങനെ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അച്ഛൻ ഷർട്ടൊക്കെ ഊരി തോളിലിട്ടു. ഇടയ്ക്ക് മനോജ് K ജയൻ മണിച്ചേട്ടനെ തല്ലുന്ന സീൻ കണ്ടപ്പോൾ അച്ഛൻ എഴുന്നേറ്റു. തിയേറ്ററിനകത്ത് സ്റ്റെപ്പുകൾ ഉള്ളതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അവിടെ നിന്ന് ഇറങ്ങിയതോടെ തലയും കുത്തി വീണു. അങ്ങനെ എനിക്കും ചേട്ടനും ഫസ്റ്റ് ഷോ പോലും കാണാൻ പറ്റിയിരുന്നില്ല. ഞാൻ അച്ഛനെ കൂട്ടി വീട്ടിലേക്ക് പോന്നു. മക്കളെ ഒരാൾ ചീത്ത പറയുന്നതോ തല്ലുന്നതോ ഒന്നും അദ്ദേഹത്തിന് സഹിക്കില്ലെന്ന് രാമകൃഷ്ണൻ അന്ന് പറഞ്ഞിരുന്നു. ഈ കഥ മണി തന്നോടും പറഞ്ഞു എന്നാണ് നാദിർ ഷാ പറഞ്ഞത്. അച്ഛനെയും കൊണ്ട് സിനിമയ്ക്ക് പോയ ശേഷം അദ്ദേഹം നാളെ തന്നെ മനോജ് K ജയനെ വീട്ടിൽ കയറി തല്ലണമെന്നാണ് പറഞ്ഞത്. ആളെ കയ്യിൽ കിട്ടിയാൽ അപ്പോൾ തന്നെ തല്ലും എന്ന അവസ്ഥയിലായിരുന്നു അച്ഛൻ. വീട്ടിൽ വന്നിട്ട് പോലും ആ ദേഷ്യം മാറിയിട്ടില്ലായിരുന്നുവെന്നും മണി പറഞ്ഞതായി ഓർക്കുന്നുവെന്ന് നാദിർ ഷായും ഒരിക്കൽ വ്യക്തമാക്കിയിരുന്നു. സിനിമാ പാരമ്പര്യമൊന്നുമില്ലാതെ മിമിക്രി കളിച്ച നടന്നിരുന്ന ആളായിരുന്നു കലാഭവൻ മണി. അങ്ങനെ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായും പിന്നീട് ചെറിയ റോളുകളിലൂടെയും ഒക്കെയാണ് അദ്ദേഹം ശ്രദ്ധേയനാകുന്നത്. അവിടെ നിന്നിങ്ങോട്ട് അവിശ്വസനീയമായ വളർച്ചയാണ് കലാഭവൻ മണിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കരിയറിൽ ഉണ്ടായത്. നായകനായും വില്ലനായും കൊമേഡിയനായിട്ടുമൊക്കെ അഭിനയിച്ച് തമർത്ത ആളാണ് കലാഭവൻ മണി. ഈ കാലയളവിൽ അവഗണനയും അധിക്ഷേപവുമൊക്കെ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. അദ്ദേഹം അത് നേരിട്ടിരുന്നു.
എന്നാൽ മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലുമൊക്കെ അഭിനയിച്ച മണി തിളങ്ങിയെന്നത് പറയേണ്ടിയിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഐശ്വര്യ റായിക്കൊപ്പം പോലും അഭിനയിക്കാൻ നടന് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി മരണം താരത്തിന് സംഭവിക്കുന്നത്. ആരൊക്കെ ഉണ്ടെങ്കിലും കലാഭവൻ മണി എന്ന് പറയുന്നത് ഒരു ധൈര്യം തന്നെയാണ് എന്ന് നാദിർ ഷാ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതേസമയം മണിയുടെ 9ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ച സംവിധായകൻ വിനയൻ പങ്കുവച്ച പോസ്റ്റും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്ന് തന്നെയായിരുന്നു. അനായാസമായ അഭിനയ ശൈലി കൊണ്ടും ആരെയും ആകർഷിക്കുന്ന നടൻ, പാട്ടിന്റെ ഈണങ്ങൾ കൊണ്ടും അതിലുപരി വന്ന വഴി മറക്കാത്ത മനുഷ്യസ്നേഹി എന്ന നിലയിലും മലയാളികളുടെ മനസ്സിൽ എന്നും ഇടം നേടിയ അതുല്യ കലാകാരനായിരുന്നു കലാഭവൻ മണി. കല്യാണ സൗഗന്ധികം എന്ന സിനിമയിൽ തുടങ്ങി എന്റെ 12 ചിത്രങ്ങളിൽ മണി അഭിനയിച്ചിട്ടുണ്ട്. വാസന്തിയും ലക്ഷ്മിയും, പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ, രാക്ഷസ രാജാവിലെ മന്ത്രി, ഗുണശേഖരൻ എന്നിവ ഏറെ ചർച്ചയായിട്ടുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തിട്ടുള്ള കഥാപാത്രങ്ങളാണ്. മണിയുമായിട്ടുള്ള എൻ്റെ സിനിമാ ജീവിതത്തിലെ വർഷങ്ങൾ നീണ്ട യാത്രയും അകാലത്തിലുള്ള മണിയുടെ മരണവും എല്ലാം എൻ്റെ വ്യക്തി ജീവിതത്തെ പോലും സ്പർശിച്ച ഒന്നു തന്നെയാണ്. മണിക്ക് നേരെയുണ്ടായ ചില വിവേചനങ്ങളെ എതിർത്തുകൊണ്ട് മലയാള സിനിമയ്ക്കുള്ളിൽ തന്നെ പലപ്പോഴും എനിക്ക് പോരാടേണ്ടി വന്നിട്ടുണ്ട്. സിനിമയുടെ പ്രബല ശക്തികളുടെ സമ്മർദ്ദത്താൽ എൻ്റെ മുന്നിൽ വന്നുപെടാതെ ഓടിമാറുന്ന മണിയെയും ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്. അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഉയർന്നു വരികയും താനൊന്നും ഒരു പക്ഷത്ത് എത്തില്ല എന്ന് വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തവർക്ക് വേണ്ടി കൃത്യമായി പ്രവർത്തിച്ച ആൾ തന്നെയാണ് കലാഭവൻ മണി. ഈ കലാഭവൻ മണിയുടെ സ്മാരകം ഇത്രയും കാലം തുടർന്ന് ഭരിച്ചിട്ട് പോലും ഇടതുപക്ഷ സർക്കാരിന് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്നത് ഒരു വിരോധാഭാസമായി എനിക്ക് തോന്നുന്നു എന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഉടനെ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു വിനയൻ കുറിപ്പ് പങ്കുവച്ചത്. അതേസമയം കലാഭവൻ മണിയുടെ സ്മാരകം പ്രഖ്യാപനമായി മാത്രം ഒതുങ്ങിയെന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ RLV രാമകൃഷ്ണനും ഈ അടുത്തിടെ പ്രതികരിച്ചിരുന്നു. വേണ്ടിവന്നാൽ പ്രതിപക്ഷ സമരത്തിന് ഇറങ്ങുമെന്നും RLV രാമകൃഷ്ണൻ അന്ന് വ്യക്തമാക്കിയതാണ്. ഇതുവരെ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു സ്മാരകം ഒരുങ്ങിയിട്ടില്ല. ചരമവാർഷികത്തിലെങ്കിലും സ്മാരകത്തിന്റെ തറക്കല്ലിടൽ വേണം എന്നായിരുന്നു അന്ന് സഹോദരൻ ആവശ്യപ്പെട്ടത്. ചാലക്കുടിയിൽ പ്രഖ്യാപിച്ച സ്മാരകം വൈകുന്നതിലാണ് പ്രതിഷേധമെന്നും സമരം ചെയ്യേണ്ടി വരുമെന്നും അന്ന് അദ്ദേഹം വ്യക്തമാക്കിയതാണ്. കലാഭവൻ മണിയുടെ സ്മാരകത്തിനായി വിവിധ ബജറ്റുകളിൽ 3 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്നും ഒന്നും നടന്നില്ല എന്നും അന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ ചലച്ചിത്രമേളകളും മണിയെ അവഗണിക്കുന്നു എന്നും സഹോദരൻ അന്ന് വ്യക്തമാക്കിയിരുന്നു. മണിയോട് ഫോക്ലോർ അക്കാദമി വിവേചനം കാണിക്കുന്നുവെന്നും സ്മാരകം വരാതിരിക്കാൻ ആരൊക്കെയോ പ്രവർത്തിക്കുന്നതായി സംശയമുണ്ട് എന്നും അന്ന് RLV രാമകൃഷ്ണൻ വ്യക്തമാക്കിയതാണ്. 2016 മാർച്ച് മാസത്തിലാണ് കലാഭവൻ മണി അപ്രതീക്ഷിതമായി മരണപ്പെടുന്നത്. പിന്നാലെ ഗുരുതര ആരോപണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടിരുന്നത്. അടുത്തിടെ മണിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഉണ്ണിരാജൻ IPS പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. മണിയുടെ മരണകാരണം ലിവർ സിറോസിസ് ആയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ലിവർ പോയിട്ട് കഴുത്തിലുള്ള നെർവ്സിന് പലപ്പോഴും ബാൻഡിങ് നടത്തേണ്ടി വന്നിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മണി പലപ്പോഴും ഇത് ശ്രദ്ധിച്ചിരുന്നില്ലെന്നും മണി രക്തം ഛർദ്ദിക്കുകയായിരുന്നു എന്നും ബിയർ കഴിച്ചിരുന്നു എന്നൊക്കെ ഈ മരണ സമയത്ത് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നു. മരിക്കുന്നതിന്റെ തലേ ദിവസമായ 4-ാം തീയതിയും അതിന്റെ തലേന്ന് 3-ാം തീയതിയും മരിക്കുന്നതിന്റെ അന്ന് 5-ാം തീയതിയും മണി ബിയർ അമിതമായി ഉപയോഗിച്ചിരുന്നു എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 4-ാം തീയതി 12 കുപ്പിയോളം ബിയർ അദ്ദേഹം കുടിച്ചിരുന്നുവെന്നും പറയുന്നുണ്ട്. ലിവർ സിറോസിസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും മദ്യപിച്ചിരുന്നത് മരണം വില കൊടുത്ത് വാങ്ങിയതിന് തുല്യമാണ് എന്നായിരുന്നു ഇതിനു പിന്നാലെ ചിലരൊക്കെ പ്രതികരിച്ചത്. കൃത്യമായ അന്വേഷണമാണ് മണിയുടെ മരണത്തിൽ നടന്നതെന്നും ഉണ്ണിരാജൻ IPS അന്ന് വ്യക്തമാക്കി. ബിയറിൽ മീഥൈൻ ആൽക്കഹോളിന്റെ ചെറിയ ഒരു അംശമുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ ഒരുപാട് ബിയർ കഴിക്കുമ്പോൾ മീഥൈൽ ആൽക്കഹോളിന്റെ അളവ് നമ്മുടെ ഉള്ളിൽ കൂടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. പ്രത്യേകിച്ച് മണി ഒരു ലിവർ സിറോസിസ് രോഗിയാകുമ്പോൾ ഇത് പെട്ടെന്ന് ട്രിഗർ ചെയ്യും. മണിയുടെ കാര്യത്തിൽ സംഭവിച്ചത് ബിയർ കൂടുതൽ കഴിച്ചത് കൊണ്ടുണ്ടായ മീഥൈൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് കൂടിയത് കൊണ്ടുള്ള മരണമാണ് എന്നും അദ്ദേഹം അന്ന് വ്യക്തമാക്കി. മരണപ്പെടുന്നതിന് തലേന്ന് പാടിൽ സുഹൃത്തുക്കളുമായി മണി ആഘോഷിച്ചിരുന്നു. ഇടുക്കി ജാഫറും സാബുവും നാദർഷയും ഒക്കെയായിരുന്നു അന്ന് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നത്. ഇവർ തിരിച്ചു പോകുന്നത് രാത്രി വല്ലാതെ വൈകിട്ട് തന്നെയാണ്. മണിയും സുഹൃത്തുക്കളും അത്താഴം കഴിക്കുന്നത് പുലർച്ചെ 1:50 എന്ന് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന റിപ്പോർട്ടിൽ വ്യക്തമാണ്. കിടന്ന ശേഷം ഏകദേശം
ഏകദേശം 5:40 മണി എഴുന്നേറ്റ് ബിയർ വീണ്ടും കുടിക്കുന്നത്. രാവിലെ ഇൻസുലിൻ എടുക്കാൻ വന്ന സുഹൃത്ത് കാണുന്നത് മണി രക്തം ഛർദ്ദിച്ചു കിടക്കുന്നതാണ്. ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ സാരമില്ലെന്ന് പറഞ്ഞു. പിന്നീട് വീണ്ടും ഛർദ്ദിച്ചു. പിന്നാലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിയാണ് മണിയുടെയും സഹോദരൻ രാമകൃഷ്ണന്റെയും ഒക്കെ വീടുണ്ടായിരുന്നത്. പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടത് കൊണ്ടായിരിക്കണം വീട്ടിൽ ഈ കാര്യങ്ങളൊന്നും പറയാതെ തന്നെ നേരിട്ട് ആശുപത്രിയിലേക്ക് പോയത് എന്നതാണ് ഉണ്ണിരാജൻ IPS ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്.